എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ 51% അറ്റാക്ക് പോസിബിൾ ആണോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഫോളോവർ ആണ്. അതായത് ബിറ്റ്കോയിൻ മൈനേഴ്സിലെ മേജർ ആയിട്ടുള്ള മൈനിങ് പൂളുകൾ എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു 51%ന് മുകളിൽ ഹാഷ് റേറ്റ് അവർക്ക് നേടാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ഒരു 51% അറ്റാക്ക് പോസിബിൾ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് 51% അറ്റാക്ക്? 51% അറ്റാക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അതായത് ബിറ്റ്കോയിൻ മൈനിങ് നെറ്റ്വർക്കിലെ 51% ഹാഷ് റേറ്റ് നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് ചെയിനിൽ ഒരു ഡോമിനൻസ് കിട്ടും അല്ലേ? അപ്പോൾ മെജോറിറ്റി ഡോമിനൻസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് 51% അറ്റാക്ക് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡബിൾ സ്പെൻഡിങ്, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം വീണ്ടും അത് റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും സ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് കൺഫേം ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ബ്ലോക്ക് ചെയ്യുക. അത്തരത്തിലുള്ള ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് 51% അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്ക് 51% മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ആ കമ്പനിയിൽ നടപ്പിലാക്കാൻ പറ്റും അല്ലേ. അത് ആ കമ്പനിയുടെ ഭാവിക്ക് നെഗറ്റീവായിട്ടോ ബാധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലും പോസിബിൾ അല്ലേ എന്നുള്ളതാണ് 51% അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് അത് മാത്രമല്ല, ഈ ഈ ചോദ്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ മൈനിങ് പൂളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹാഷ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പൂളുകൾ കമ്പൈൻ ചെയ്താൽ തന്നെ 51%ന് മുകളിൽ ഹാഷ് റേറ്റ് അവർക്കുണ്ട് അല്ലേ. ഇപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ബിറ്റ്കോയിൻ മൈനിങ് പൂള് ഫൗണ്ടറി USA എന്നുള്ള മൈനിങ് പൂളാണ്. 29.8% ഹാഷ് റേറ്റും ഒറ്റ പൂളാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. രണ്ടാമത്തെ ഏറ്റവും വലിയ പൂൾ എന്ന് പറയുന്നത് ആൻഡ് പൂളാണ് 19.5%. മൂന്നാമത്തെ ഏറ്റവും വലിയ പൂൾ എന്ന് പറയുന്നത് F2 പൂളാണ്. അപ്പോൾ ഈ 3 പൂളും കൂടി കമ്പൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ 3 ആളും കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 51%ന് മുകളിൽ ഹാഷ് റേറ്റ് അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് തോന്നിയതുപോലെ മൈൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസ് ബ്ലോക്കിൽ ആഡ് ചെയ്യാൻ പറ്റില്ലേ? അവർക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസ് എന്താ പറയുക, റിജക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അത്തരത്തിലുള്ള ഒരു സംശയം പല ആളുകൾക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മൈനിങ് പൂള് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. സോ മൈനിങ് പൂൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അതായത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീട്ടിലും അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ള മൈനിങ് റിഗ്ഗുകളും ഓക്കെ. ഇപ്പോൾ ഏസിക് ചിപ്പുള്ള മൈനിങ് മെഷീൻസ് എല്ലാം അവർ സിംഗിൾ സോളോ മൈനിങ് ചെയ്യുന്നതിന് പകരം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഒരു പൂളായിട്ട് ഒരുമിച്ച് ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്നതിനെയാണ് മൈനിങ് പൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബുദാബിയിൽ ഒരു മൈനിങ് പൂൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൈനിങ് പൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മൈനിങ് പൂളിലുള്ള കമ്പ്യൂട്ടർ ഡിവൈസുകളെല്ലാം ഈ ഒറ്റ കമ്പനിൻ്റെയാണ്. പക്ഷേ ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളോ മൈനിങ് ചെയ്യാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഇത്രയും ചെറിയൊരു സെറ്റപ്പ് കൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വലിയൊരു സെറ്റപ്പായിട്ട് തോന്നും. പക്ഷേ നമുക്ക് ഗ്ലോബലി ഈ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൻ്റെ ഹാഷ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പൂളിലുള്ള ഹാഷ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ സോളോ മൈനിങ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് വർഷങ്ങൾ മൈനിങ് ചെയ്താലും ഒരു ബിറ്റ്കോയിൻ പോലും കിട്ടണമെന്നില്ല. പകരം ഈ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്? ഈ ഹാഷ് പവർ എല്ലാം മറ്റുള്ള ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ മൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് മൈനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു ബ്ലോക്ക് റിവാർഡ് കിട്ടുമ്പോൾ, അപ്പോൾ അടുത്തൊരു ബ്ലോക്ക് ഇവരെല്ലാവരും കൂടി മൈൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിവാർഡ് ഒരുപക്ഷേ 3.125 ബിറ്റ്കോയിൻ ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന റിവാർഡ് ഇവരെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മൈനിങ് ഹാഷ് റേറ്റിനനുസരിച്ചിട്ട് അവരവർക്കുള്ള റിവാർഡ് ഷെയർ ചെയ്തെടുക്കും. ഇങ്ങനെയാണ് മൈനിങ് പൂള് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫൗണ്ടറി USA പൂള് എന്ന് പറയുമ്പോൾ ഈ ഒരു പൂളിൽ ഒരു 280 എക്സാ ഹാഷ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മൈനിങ് ഹാഷ് റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഈ കംപ്ലീറ്റ് ഹാഷ് റേറ്റും ഒരു സിംഗിൾ എന്റിറ്റിന്റെ അല്ല, പകരം ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ഫാമുകളിലും ഉള്ള കമ്പ്യൂട്ടർ ഡിവൈസുകൾ ജനറേറ്റ് ചെയ്യുന്ന ഹാഷ് പവറിന്റെ കമ്പൈൻഡ് വാല്യൂ ആണ് ഈ ഒരു ഫൗണ്ടറി യുഎസ്എ എന്നുള്ളൊരു പൂള്. ഓക്കെ. അപ്പോൾ ഒരു കമ്പനിന്റെയോ ഒരു എന്റിറ്റിന്റെയോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇത്തരത്തില് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ഇപ്പോൾ ഫൗണ്ടറി യുഎസ്എ വിചാരിക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ മൈൻ ചെയ്യാണ് എന്നുണ്ടെങ്കില്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ സെൻസർ ചെയ്യുക, ഫ്രീസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കില്, അതെന്താവും ഓട്ടോമാറ്റിക്കലി ഈ മൈനിങ് പൂളിലോട്ട് കണക്ട് ചെയ്യുന്ന ആളുകള് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുകയും അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു മൈനിങ് പൂള് വിട്ടിട്ട് വേറെ പൂളിലോട്ട് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഫൗണ്ടർ യുഎസ്എ എന്നുള്ളൊരു പൂള് ഒരു ദിവസം അവരുടെ പേ ഔട്ട് ഒന്ന് ഡിലേ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഈ കാണുന്ന ഡിവൈസുകൾ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആ ഒരു പൂളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു പൂളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വലിയ ഒരു മിസ്കണ്ടക്ട് ഇപ്പോൾ ഡബിൾ സ്പെൻഡിങ്ങോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ മൈനേഴ്സിന് ഒരു മൈനിങ് പൂൾ വിട്ടിട്ട് വേറൊരു മൈനിങ് പൂളിലോട്ട് ജോയിൻ ചെയ്യാൻ. അതിന് വെറും മിനിറ്റുകൾ മതി എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൈനിങ് പൂളുകൾ ഇതേപോലെ അവരുടെ ഹാഷ് റേറ്റ് പെട്ടെന്ന് വേറെ പൂളുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത്രത്തോളം വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ആളുകൾ ഈ ഒരു പൂൾ വിട്ടിട്ട് വേറൊരു പൂളിലോട്ട് പോകും. ഇപ്പോൾ 2018 ബിറ്റ്കോയിൻ ഡോട്ട് കോം എന്നുള്ള ഈ ഒരു പൂള് അവരുടെ യൂസേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നതിന് പകരം അവരുടെ ഹാഷ് റേറ്റ് ബിറ്റ്കോയിൻ ക്യാഷ് മൈൻ ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ അത് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയാവുകയും അവരുടെ ഹാഷ് റേറ്റ് എല്ലാം മറ്റുള്ള മൈനിങ് പൂളുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു പൂള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലിജിയസ് പൂള് എന്നുള്ള ഈ ഒരു പൂളിൽ ആ പൂള് റൺ ചെയ്യുന്ന ആള് ഈ ഒരു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ ബ്ലോക്കിൽ ബൈബിളത്തെ വേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് യൂസേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ചെയ്തത് എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഈ മൈനേഴ്സ് എല്ലാം ഈ ഒരു പൂള് വിട്ട് വേറെ പൂളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പോലും മതി ആളുകൾക്ക് ഈ ഒരു പൂള് വിട്ട് വേറൊരു പൂളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള 51% അറ്റാക്ക്, അതായത് ഈ ഒരു മൈനിങ് പൂളുകൾ ജോയിൻ ചെയ്താലും അവർക്ക് ഇഷ്ടമുള്ള പോലെ മൈനിങ് പോസിബിൾ അല്ല. ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും അവർക്ക് തോന്നിയ പോലെ ട്രാൻസാക്ഷൻസ് സെൻസർ ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബിറ്റ്കോയിൻ നെറ്റ്വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനി മെയിനായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലും 51% അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മിസ്കണ്ടക്ട് എന്തെങ്കിലും ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ഓക്കെ. അതായത് ബിറ്റ്കോയിനിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും അത് ഇൻസ്റ്റന്റ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് വിസിബിൾ ആണ്. ഓക്കെ. അതിപ്പോൾ ഒരു ഡോളറിന്റെ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതാണ് എന്നുണ്ടെങ്കിലും $1 ബില്യൺ ബിറ്റ്കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ വാലറ്റിൽ എത്രയൊക്കെ ബിറ്റ്കോയിൻ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കലി വിസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഓരോ സെക്കൻഡിലും വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഡബിൾ സ്പെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ. അതാണ് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ ഒരു പ്രത്യേകത. പകരം ഇത് കാരണം ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഒരു ട്രാൻസ്പെറന്റ് ആയത് കാരണം കൊണ്ട് തന്നെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഉള്ള ഒരു കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ട് വരുമ്പഴേക്കും കാലങ്ങളെടുക്കും അല്ലേ? എന്തെങ്കിലും ഒരു അഴിമതിയോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് വേൾഡ് വൈഡ് അറിയുന്ന സമയത്ത് എന്തായി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അറിയുക. പക്ഷേ ബിറ്റ്കോയിനില് എന്തെങ്കിലും ഒരു എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് അറിയും. അത് കാരണം കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മിസ്കണ്ടക്റ്റോ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് ആളുകൾ തയ്യാറാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ നെറ്റ്വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ഒരു 51% അറ്റാക്ക് ചെയ്യാനുള്ള അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ റിവാർഡിനെക്കാളും എത്രയോ കൂടുതലാണ് എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ആളുകള് അതിന് വേണ്ടി റെഡി ആവില്ല എന്നുള്ളതാണ്. ഇമാജിൻ ഇപ്പൊ നമുക്കൊരു ബാങ്ക് കുത്തി തുറക്കാനുള്ള കോസ്റ്റ്
1 കോടി രൂപയാണ് എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഒരു ബാങ്ക് കുത്തി തുറന്നാല് നമുക്ക് ആകെ കിട്ടുന്നത് 1,00,000 2,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിന് റെഡിയാവോ? ഇല്ല അല്ല. അപ്പോൾ അതാണ് ബിറ്റ്കോയിൻ്റെ കേസിലും അതായത് ബിറ്റ്കോയിൻ്റെ നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിവാർഡിനെക്കാളും എത്രയോ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബിറ്റ്കോയിന് 51% അറ്റാക്ക് പോസിബിൾ ആവുക അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു 2 പാർട്ടായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി, ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.